ഹലോ ഓൾ. അപ്പോൾ എല്ലാവർക്കും അഖിൽ ജയരാജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ മനസ്സിലാക്കി വരുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, അതായത് കീം എക്സാംസിനെ പറ്റിയുള്ളതാണ്. അതായത് കീം എക്സാം നടക്കുന്നു, അതിൻ്റെ റിസൾട്ട് വരുന്നു, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു, വീണ്ടും റാങ്ക് ലിസ്റ്റ് പോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്ന് വേണം കരുതാൻ എന്നല്ല, അത് തന്നെയാണ് കാരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു തീരുമാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ആ ഒരു തീരുമാനത്തിൽ പാകപ്പിഴ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ അഭിപ്രായത്തിലേക്ക് എന്തുകൊണ്ട് ഞാനത് പറയുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് എ ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം, എന്തൊക്കെയാണ് അതിലേക്ക് നടന്നതെന്നുള്ള. സോ ഐ ഹാവ് നോട്ടഡ് ദോസ് പോയിന്റ്സ്. അപ്പോൾ കീം എക്സാം നടക്കുന്നത് ഏപ്രിൽ 23 മുതൽ 29 വരെ 2025 ആണ് കീം എക്സാംസ് നടക്കുന്നത്. അപ്പോൾ റിസൾട്ട്സ് വരുന്നത് മെയ് 14 റിസൾട്ട് വന്നിട്ട് പിന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 1 അതിനുശേഷം ആ ഒരു സെയിം ഡേ തന്നെ കേരള ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, അതായത് പ്രോസ്പെക്ടസ് അമെൻഡ് ചെയ്തു. അവർ പ്രോസ്പെക്ടസ് അമെൻഡ് ചെയ്തതോടുകൂടി പുതിയ ലിസ്റ്റ് ജൂലൈ 10 റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ജൂലൈ 10 റിലീസ് ചെയ്തതോടുകൂടി മുന്നിലുണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾക്ക് റാങ്ക് നഷ്ടപ്പെട്ടുകൊണ്ട് വളരെയധികം 1000 റാങ്ക് വരെ പുറകോട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമെൻമെന്റ് കൊണ്ടുവന്നു. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഈ അമെൻമെന്റ് ശരിക്കും പറഞ്ഞാൽ അത് അമെൻമെന്റിന് മുൻപേ ഉള്ള ആ ഒരു സബ്ജക്റ്റിന്റെ വെയിറ്റേജ് ഇങ്ങനെയായിരുന്നു 1:1:1. അതായത് മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും 1:1:1, അതായത് തുല്യമായിരുന്നു അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, എന്നാൽ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്ന ഒരു അമെൻമെന്റ് അതിന് കൊണ്ടുവരുന്നു. അത് 5:3:2 എന്നുള്ള നിലയിലേക്ക് മാറ്റുന്നു. അത് വളരെ വലിയൊരു ചേഞ്ച് തന്നെയാണ് കേട്ടോ. ചില്ലറ ചേഞ്ച് ഒന്നുമല്ല, 5:3:2 എന്നാണ് മാറ്റുന്നത്. അതിന് മുന്നേ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡീഷണൽ വെയിറ്റേജ് പ്രീവിയസ്ലി ഗിവൺ ടു, അതായത് CBSE ICSE സ്റ്റുഡൻസിന് അതിന് മുന്നേ അഡീഷണൽ വെയിറ്റേജ് കൊടുത്തിരുന്നത് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഹൈക്കോർട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ചേഞ്ചിനെ റൂൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ഹൈക്കോർട്ട് പറയുന്നത് പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്തൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കോർട്ട് ചെയ്തതൊരു നല്ല കാര്യം തന്നെയായിരിക്കാം, പക്ഷേ ജൂലൈ 1 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ, അതായത് ഓൾറെഡി കുട്ടികൾ എക്സാം എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ, അതായത് ഇപ്പോൾ 1:1:1, അപ്പം അങ്ങനെ. അപ്പം നമ്മളെന്താ ചെയ്യുക, എല്ലാത്തിനും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ഒന്നിനൊരു കൂടുതൽ വെയിറ്റേജ് കൂടുതൽ സമയം ഇപ്പോൾ മാത്സ് സ്പെൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ സ്പെൻഡ് ചെയ്യില്ല, ഫിസിക്സിൽ സ്പെൻഡ് ചെയ്യില്ല. നമ്മൾ എല്ലാത്തിനും ഒരു തുല്യത കൂടും. നമുക്കൊരു ഇതുണ്ടാവും, കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പം ഒരു ചിന്ത ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും, ഞാൻ ഇങ്ങനെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബെസ്റ്റായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, എനിക്കൊരു സീറ്റ് കിട്ടും. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഒരു പഠന സമയം, അതുപോലെ തന്നെ അവർ പഠിച്ചിരിക്കുന്ന എന്തിനെ കേന്ദ്രീകൃതമാക്കിയാണ്, എന്തായിരുന്നു അവരുടെ പ്ലാൻ, ഈ പ്ലാൻ എല്ലാം തന്നെ കുട്ടികളെ പറ്റിക്കുന്ന രീതിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം, കുട്ടികളെ പറ്റിക്കുകയാണ്. കാരണം കുട്ടികൾ പരീക്ഷ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു, പരീക്ഷയ്ക്ക് എഴുതി, റിസൾട്ട് വന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ഒരു അമെൻമെന്റ് കൊണ്ടു. അതൊരിക്കലും സാധ്യമല്ല. ഇങ്ങനെ ഒരു അമെൻമെന്റ് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി എഴുതി കഴിഞ്ഞ കുട്ടികൾക്ക് അത് അപ്ലൈ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു, അവർക്ക് ശരിക്കും അവർ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ അവർ മനസ്സിലാക്കണം എങ്ങനെയായിരിക്കും കുട്ടികളുടെ മാനസികാവസ്ഥ, എങ്ങനെയായിരിക്കും അവർ ഈ പരീക്ഷ എഴുതിയിട്ട്. അപ്പം അങ്ങനെ ഒരു അമെൻമെന്റിനെ പറ്റി ഒരു പ്രപ്പോസൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ ബിന്ദു ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എന്ത് ചെയ്യണം, അതിനെ എതിർക്കണമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതാണ് ശരി. ഒരിക്കലും കുട്ടികളുടെ പ്ലാൻ, അവരുടെ കഷ്ടപ്പാടിനെ നമ്മൾ തിരസ്കരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ഒരു രീതി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ 5:3:2 എന്ന് പറയുമ്പോൾ, ഈ കേരള സിലബസിലുള്ള കുട്ടികൾക്കാണ് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ. അപ്പോൾ ഒരിക്കലും അത് ആക്സെപ്റ്റബിൾ അല്ല. എല്ലാവർക്കും തുല്യത വേണം. ഇപ്പോൾ ICSE CBSE പഠിക്കുന്നവർക്ക് കൂടുതൽ എന്താ പറയുക, ഒരു ഫേവർ ചെയ്യുക, അല്ലെങ്കിൽ കേരള സിലബസ് പഠിക്കുന്നത് ഫേവർ ചെയ്യുക, അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ ആരെയും ഫേവർ ചെയ്യാൻ പാടില്ല. എല്ലാവരും തുല്യരായിരിക്കണം എന്നുള്ളതിനാണ് എൻ്റെ അഭിപ്രായം.
അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഒരു വെയിറ്റേജ് മാറ്റിയതോടുകൂടി എല്ലാ കുട്ടികളും 1000 റാങ്ക് വരെ പുറകോട്ട് പോയ, എടുത്തെറിയപ്പെട്ട കുട്ടികൾ വരെ, റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയ കുട്ടികൾ, അവരെല്ലാം ആ, ഭാവി അനിശ്ചിതത്തിലായിരിക്കുകയാണ്. ഈ ഒരു അനിശ്ചിതത്വം കാരണം ഈ റാങ്ക് ലിസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യുന്നു, പിന്നെയും പബ്ലിഷ് ചെയ്യുന്നു, ഇപ്പോൾ ഹൈക്കോടതി വേറൊന്ന് പബ്ലിഷ് ചെയ്യാൻ പറയുന്നു. ഓൾറെഡി ഇവരുടെ പ്രവേശനങ്ങൾക്ക്, അതായത് പ്രവേശനം ഒക്കെ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള പ്രവേശനങ്ങളൊക്കെ നടക്കേണ്ട സമയമാണ് ഇപ്പോൾ, അലോട്ട്മെന്റ് ഒക്കെ. അപ്പോൾ അതൊക്കെ ലേറ്റ് ആവുകയാണ്. അപ്പോൾ കുട്ടികളുടെ ഭാവി വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം, സംസ്ഥാന സർക്കാർ ബിന്ദു മന്ത്രി എന്ന നിലയിലൊന്നും അല്ല ശരിക്കും പറഞ്ഞ മാധ്യമങ്ങളോട് ഒരു ഭീഷണി സ്വരത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത്. മന്ത്രി എന്ന നിലയിൽ മന്ത്രിയായി എന്നുള്ള ചിന്ത കൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഒരിക്കലും, പ്രത്യേകിച്ചൊരു വിദ്യാഭ്യാസ മേഖലയെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി. കാരണം ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, അടുത്ത തവണ എന്താ പറയാ, കോടതിക്ക് പോലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളത് കൊണ്ട്, അതൊക്കെ ഒരു വെല്ലുവിളിയാണ്. അതായത് ഇപ്പോഴുള്ള കുട്ടികളുടെ കൺസേൺസിനെ ഒന്നും മനസ്സിലാക്കാതെ കണ്ട് ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ്. അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ഇതൊരു പക്ഷേ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ചെയ്തതെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയാ അവിടെ പുകിൽ നടക്കുക എന്നുള്ളത്. കോൺഗ്രസ് ഗവൺമെന്റ് ആണെന്നെങ്കിൽ SFI ആപ്പട്ടെ ഇവിടെയൊക്കെ കയറി ആകെ കൂടെ തച്ച് തകർത്തേനെ, അങ്ങനെയുള്ള ഒരുപാട് സമര കോലാഹലങ്ങൾ നമ്മൾ കാണേണ്ടി വന്നേനെ. ഒരുപാട് സമരങ്ങൾ, അക്രമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഒരുപാട് കുട്ടികൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും അത് ഓൾറെഡി എഴുതി കഴിഞ്ഞ കുട്ടികൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പാടില്ലായിരുന്നു. അടുത്ത വർഷം ഇതിങ്ങനെയാണ്, അതായത് 5:3:2 ആയിരിക്കും, ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഒരു ഓവർവ്യൂ ഒരു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് വേണം അടുത്ത വർഷം പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് അടുത്ത വർഷം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. അതായത് അവർ കൂടുതൽ വെയിറ്റേജ് മാത്സിന് കൊടുക്കും, കൂടുതൽ പോയിന്റ്സ് മാത്സിൽ പഠിക്കും, ഫിസിക്സിലും കെമിസ്ട്രിയിലും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തും. അതുപോലെ തന്നെ അവർക്ക് എക്സാമിന് ആ രീതിയിൽ 5:3:2 എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. അപ്പോൾ അത്രേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ തീരുമാനം വളരെയധികം നിരാശാജനകമാണ്. ഈ ഒരു അവസ്ഥയിൽ എന്തുകൊണ്ടാണ് കുട്ടികളുടെ ഒന്നും ഭാഗം കേൾക്കാതെ, ഇതിനെപ്പറ്റി കൂടിയാലോചനകളില്ലാതെ ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഭാവിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് ഇപ്പോഴും അതിശയകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. സർക്കാർ ഒരു തീരുമാനം എടുത്തു തെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുത്താനുള്ള മനസ്സ് കാണിക്കുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു മണ്ടൻ തീരുമാനം എടുത്തു, ഓക്കെ, അത് തെറ്റാണ് എന്ന് സമ്മതിക്കാതെ അതിനെങ്ങനെ ന്യായീകരിച്ച് പോകുന്ന ഒരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതല്ല. ഒരു ഉദാഹരണത്തിന് ഈ പാർട്ടി LDF എന്ന് പറയുന്ന, CPM എന്നൊക്കെ പറയുന്ന ബിന്ദുവിനൊക്കെ പാർട്ടി മുന്നണി ഈ ജനാധിപത്യത്തിനെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ. അപ്പോൾ അവരൊന്നും ഈ രീതിയിൽ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും, എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ, അവർക്ക് ഈ ജനാധിപത്യത്തിലൊന്നും കാര്യമില്ല. സ്വന്തം കാര്യം സ്വന്തമാ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ്, ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങൾ ചെയ്യും, അത് നിങ്ങൾ ഇതാക്കുക, അത് സ്വേച്ഛാധിപത്യമായി മാറി. മറ്റു പാർട്ടിക്കാർ ചെയ്യുമ്പോൾ അത് സ്വേച്ഛാധിപത്യം, നമ്മൾ ചെയ്യുമ്പോൾ അത് ജനാധിപത്യവും. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇനിയെങ്കിലും കുട്ടികളുടെ ഭാവി വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ കുട്ടികളുടെ ഭാവി വെച്ചുകൊണ്ട് കളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. എനിവേസ്, ഈവൻ ഞാൻ ആ ഒരു സ്റ്റേറ്റിലുണ്ടായിരുന്നു വിചാരിച്ചു. ഞാനിപ്പോൾ എക്സാമൊക്കെ എഴുതിയിട്ട് ആ ഒരു റിസൾട്ടിനൊക്കെ വേണ്ടി എൻ്റെയൊക്കെ നമ്മളൊക്കെ ആകെ ഡൗൺ ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് നമ്മളെ പ്ലാനും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ വൃഥാവിലാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ, ചെയ്യാൻ സർക്കാരിന് തോന്നാതിരിക്കട്ടെ, സർക്കാരിന് മന്ത്രിമാർക്കും തോന്നാതിരിക്കട്ടെ. LDF സർക്കാരിന് മാത്രമല്ല, ഭാവിയിൽ വരുന്ന സർക്കാരുകൾക്ക് എല്ലാവർക്കും, ഓക്കെ, ഇപ്പം മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സർക്കാരുകൾക്ക് ഒന്നും തോന്നാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുഡ് ബൈ.